ഇവന്മാര് കേരളത്തിൽ വരുന്നതുകൊണ്ട് ഈ പണിയൊക്കെ ആരാണോ ചെയ്തോണ്ടിരുന്നത്? ഇവന്മാര് വന്നില്ലായിരുന്നു നിന്നെ പോലുള്ള കുറച്ച് പേർക്ക് പണി ഉണ്ടായേനെ. അടിക്കട. നിനക്കൊരു കാര്യം അറിയോ? ഈ വേൾഡ് ഇക്കോണമി ഉണ്ടല്ലോ, അതിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം ദാരിദ്ര്യമാണ്. ഈ ലോകത്ത് ഒരുപാട് അത്തപ്പാടി ജനങ്ങളുള്ളതുകൊണ്ടാണ് കാശുള്ളവന്റെ രാജ്യത്ത് ചൂല് പണിയെടുക്കാൻ ആളെ കിട്ടുന്നത്. അവന്മാർക്ക് പിടിച്ചു നീക്കാൻ ലോകത്ത് എപ്പോഴും ദാരിദ്ര്യമാണ്. മനസ്സിലായോ? ഇതും നീ ബാലരമ വായിച്ചാണോ? പോടാ. നീ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു. എന്റെ കാര്യം ഇന്നലെ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ സ്പോട്ടിൽ എന്റെ ലാഭം 20 ലക്ഷം രൂപ. എന്റെ കയ്യിൽ 5 ഇല്ലാതെ പോയി. അപ്പൊ എന്നാ നഷ്ടം എത്ര? 20. 5 ഉള്ളവൻ 20 ഉണ്ടാക്കും, 30 ഉണ്ടാക്കും, 50 ഉണ്ടാക്കും. ഇല്ലാത്തവന് ഇവിടെ നിന്ന് ഇങ്ങനെ മൂഞ്ചും. ഞാൻ അവനോട് അടിക്കാൻ പോവാ. എനിക്ക് വിശന്ന് തുടങ്ങി. ഇപ്പൊ തന്നെ ഇവിടെ ഉള്ളവന്മാരൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞാൻ ഒരു പണി എടുക്കാതെ ഫ്രോഡും കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന്. കൂട്ടുകാർക്ക് ജോലിയായി, കല്യാണമായി. ഇവൻ മാത്രം ഇങ്ങനെ. അങ്ങനെ ഇപ്പൊ ആരാ പറഞ്ഞ? അതല്ല, ഇവന്മാർക്ക് ജീവിതത്തിനെ പറ്റി അറിയാൻ പാടില്ലാത്ത പലതും എനിക്കറിയാം. എടാ, ഇനി അങ്ങോട്ടുള്ള കാലം ഫ്രീലാൻസ് ബിസിനസിന്റെ കാലമാണ്. അവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ. അത് നീ ആരെ വേണമെങ്കിലും കാണിച്ചു കൊടുക്കും. പക്ഷെ നിന്റെ കാര്യങ്ങളൊന്നും ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഈ റിയലിസ്റ്റിക് അല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. നിനക്ക് ഈ കോടി കുറഞ്ഞ ബിസിനസ് ഇല്ലല്ലോ, അതാ കുഴപ്പം. അപ്പൊ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു മുറുക്കാൻ കട തുടങ്ങാം. കൂടുന്നു. എടാ, അടിക്കുമ്പോ ബമ്പർ അടിക്കണം, അല്ലാതെ ജീവിതകാലം മുഴുവൻ വല്ലവനും വേണ്ടി ചുരണ്ടിക്കൊണ്ട് വന്നിട്ട്. നീ കുറെ കാലം അതിലോ വലിയ തേറിയും പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് വല്ലതും നടന്നു എന്റെ പരിപാടി? കുറെ കാശ് പോയതല്ലത്. സന്തോഷേ, തെറ്റിയതിന്റെ തിയറി അല്ല, തെറ്റിയത് കാൽക്കുലേഷനാണ്. എന്തെങ്കിലും മറിക്കാൻ ഫണ്ടില്ലാതെ പോയി. ഫണ്ടർക്ക് ആരെങ്കിലും വരട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതിന് നീ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഈ പരിപാടിക്ക് ഒരു തരം തരികിടല്ലേ? എന്ത് തരികിട? നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നു, വലിയ ലാഭത്തിൽ ഇത് വിൽക്കാൻ നോക്കുന്നു. നമുക്ക് അതിന്റെ റൂട്ട് അറിയാവുന്നത് നടക്കും. അതിനകത്ത് എന്താ തരികിട? തരികിടയാണല്ലോ, പിന്നെ കുറെ ഫാന്റസി. അല്ലാതെന്താ? സന്തോഷേ, കുറച്ചൊക്കെ ഫാന്റസി വേണം, എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ.